നമസ്കാരം. 34 വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ചതിന് ശേഷം 2011 അധികാരം നഷ്ടപ്പെട്ടപ്പോൾ അങ്ങേയറ്റം ദയനീയമായ അവസ്ഥയിലായിരുന്നു പശ്ചിമ ബംഗാളിലെ CPM. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒരു സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. മത്സരിച്ച ഭൂരിഭാഗം സീറ്റുകളിലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടു. മുസ്ലിം വോട്ട് ബാങ്ക് തൃണമൂലിലേക്കും ഹിന്ദു വോട്ട് ബാങ്ക് BJPയിലേക്കും പോയതോടെ CPM വട്ടപൂജ്യമായ അവസ്ഥയിലായി. തൃണമൂലിൻ്റെ ബൈക്ക് ബ്രിഗേഡ് അതിശക്തമായി ആക്രമണം അഴിച്ചുവിട്ടതോടെയാണ് CPM പ്രവർത്തകർ ഏറെയും BJPയിലേക്ക് പോയത്. 24 പർഗാന എന്ന ജില്ലയിലൊക്കെ CPMന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ കാവിക്കൊടി ഉയർത്തി സെക്രട്ടറി അടക്കമുള്ളവർ BJPയിലേക്ക് മാറിയത് വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ അല്പം മെച്ചപ്പെട്ട അവസ്ഥയിലൂടെയാണ് ബംഗാളിലെ CPM കടന്നു പോകുന്നത്. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായതോടെ താരതമ്യേന മെച്ചപ്പെട്ട അവസ്ഥയിലാണ് CPM. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലുള്ള ഡോംഗലിലടക്കം തൃണമൂലിൽ നിന്ന് ഏതാനും പേർ CPMൽ ചേർന്നിരിക്കുകയാണ്. ഡോംഗൽ നഗരസഭയിലെ 19ാം വാർഡിൽ ഏകദേശം 400 കുടുംബങ്ങളാണ് CPM സ്ഥാനാർത്ഥി മുസ്തഫീസുർ റഹ്മാന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ തൃണമൂൽ വിട്ട് CPMൽ ചേർന്നത്. തൃണമൂൽ കോൺഗ്രസ് മുൻ വാർഡ് പ്രസിഡന്റ് എനാമുൽ മലിദയുടെ നേതൃത്വത്തിലാണ് ഈ കുടുംബങ്ങൾ പാർട്ടി വിട്ടത്. CPMൽ ചേർന്നതിന് പിന്നാലെ പ്രവർത്തകർ പ്രദേശത്തെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസ് CPM ഓഫീസാക്കി മാറ്റുകയും അവിടെ ചെങ്കൊടി ഉയർത്തുകയും ചെയ്തു. പ്രാദേശിക തൃണമൂൽ നേതാക്കൾക്കിടയിലുള്ള അഴിമതിയും ഭരണത്തോടുള്ള അതൃപ്തിയിലുമാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്ന് ഇവർ ആരോപിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുർഷിദാബാദിൽ നടക്കുന്ന ഈ മാറ്റം തൃണമൂലിന് വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഡോംഗലിലെ CPM സ്ഥാനാർത്ഥി മുസ്തഫീസുർ റഹ്മാന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് തൃണമൂൽ പ്രവർത്തകർ പാർട്ടിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. സ്ഥാനാർത്ഥിക്ക് വൻ സ്വീകരണം നൽകിയാണ് പ്രവർത്തകർ പാർട്ടിയിലേക്കുള്ള വരവ് ആഘോഷിച്ചത്. മമതാ ബാനർജി സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ CPM നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്ത് പകരാനാണ് പാർട്ടിയിലേക്ക് എത്തിയതെന്ന് ഇനാമുൽ മലിദ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃണമൂലിൽ വിശ്വാസം നഷ്ടപ്പെട്ട ജനത സ്വമേധയാ CPMലേക്ക് കടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡോംഗലിലെ ജനങ്ങൾ ഇനി തൃണമൂൽ കോൺഗ്രസിനൊപ്പം ഇല്ല എന്നതാണ് വ്യക്തമാക്കുന്നതെന്നും പ്രദേശത്തിന് യഥാർത്ഥ ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും സ്ഥാനാർത്ഥി മുസ്തഫീസുർ റഹ്മാൻ പറഞ്ഞു. ഇതിനു മുമ്പ് ഉത്തരബംഗാളിലും പുരുളിയയിലും നിരവധി പേർ തൃണമൂൽ വിട്ട് CPMനൊപ്പം ചേർന്നിരുന്നു. അഴിമതി ആരോപണങ്ങളും ഭരണവിരുദ്ധ വികാരവുമാണ് ഇത്തരം പാർട്ടി മാറ്റങ്ങൾക്ക് പ്രധാന കാരണമായി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. 2023 ഏപ്രിലിൽ കൂച്ച് ബീഹാർ ജില്ലയിലെ തുഫാൻഗഞ്ച് ബ്ലോക്കിലുള്ള ബലാഭൂത് മേഖലയിൽ ഏകദേശം 400 തൃണമൂൽ പ്രവർത്തകർ CPMൽ ചേർന്നു. അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് തങ്ങൾ പാർട്ടി വിട്ടതെന്ന് ഇവർ വ്യക്തമാക്കി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മാൾഡയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള തൃണമൂൽ പ്രവർത്തകർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരുന്നു. ഉത്തര ദിനാജ്പൂരിലെ ചോപ്ര തുടങ്ങിയ മേഖലകളിൽ തൃണമൂലിൻ്റെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് വലിയൊരു വിഭാഗം പ്രവർത്തകർ CPMലേക്ക് തിരിച്ചെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. പുരുളിയയിലെ ജംഗിൾ മഹൽ മേഖലയിൽ മുൻപ് തൃണമൂലിനൊപ്പം പോയ പല സാധാരണ പ്രവർത്തകരും അടുത്ത കാലത്തായി ചുവപ്പ് കൊടിക്ക് കീഴിലായി തിരിച്ചു വരുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലെ കുടിശ്ശിക, അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ CPM നടത്തുന്ന പ്രക്ഷോഭങ്ങൾ പുരുളിയിലെ ഗ്രാമീണ മേഖലകളിൽ തൃണമൂലിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമായിട്ടുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം മാറ്റങ്ങൾ പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ കർ വാപ്സി അഥവാ തിരിച്ചുവരവ് എന്ന രീതിയിലാണ് ഇടതുപക്ഷം വിശേഷിപ്പിക്കുന്നത്. തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുന്നത് തടയാൻ തങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നാണ് CPMന്റെ അവകാശവാദം. പക്ഷേ ഇതുകൊണ്ടൊന്നും ഭരണം പിടിക്കാനും അധികാരം പിടിക്കാനും കഴിയില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടാതിരിക്കുകയും ഏതാനും സീറ്റുകളിൽ വിജയിച്ച് സമ്പൂജ്യ പദവിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാമെന്നാണ് ഒരു കാലത്ത് വങ്കനാട് അടക്കിവാണ CPM പ്രതീക്ഷിക്കുന്നത്.